മഞ്ഞുകട്ട കൊണ്ട് നിറയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജലാശയത്തിന്റെ മേളിൽ മൊത്തം മഞ്ഞുകട്ടകൾ കൊണ്ട് നിറയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇത് പ്ലെയിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് അമേരിക്കൻ സർവീസ് ആയിട്ട് 350-400 പ്ലെയിൻ നിർത്തിയിട്ടിരിക്കുക. പോകാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സഞ്ചാരമില്ല, നിർത്തിയിട്ടിരിക്കുക. അവിടെയുള്ള കറണ്ട് കണക്ഷനും ടെലിഫോൺ സന്ദേശം കംപ്ലീറ്റ് നിലച്ചിരിക്കുകയാണ് അവിടെ ന്യൂയോർക്കിൽ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം. അത്രമാത്രം മഞ്ഞ് മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇറ്റലിയിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ചപ്പോഴേ അവര് പറഞ്ഞതായിരുന്നു, ബ്രദറെ ഇവിടെ ഇപ്പോൾ വലിയ തണുപ്പ് തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, മരിയപ്പനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും വലിയ തണുപ്പും പ്രശ്നങ്ങളും ഒന്നും തോന്നുന്നില്ല. കാരണം അമേരിക്കയിലൊക്കെ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റലിയിലും തണുപ്പ് ശക്തി പ്രാപിക്കും. എന്നാൽ അവിടെ നിന്ന് ഇപ്പോഴേ ആ തണുപ്പ് ആവുന്നില്ല. പ്രാർത്ഥനയുടെ കർത്താവ് അത് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് റോമിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവരെ സമർപ്പിക്കുക. യേശുവേ നന്ദി. അതുകൊണ്ട് ഇപ്പം ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ സ്വീകരിക്കണമെന്ന് കർത്താവ് പറയുന്നു. കാരണം സമയമാകുമ്പോൾ ആരും നിങ്ങളെ സമാധാനിപ്പിക്കാനൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഈ മരിയസവനിലേക്ക് നിങ്ങൾ വരുമ്പോഴേ ഈ ഗേറ്റൊക്കെ തന്നെ അടഞ്ഞു പോകും. ആരും അടയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ പുറത്തു വരുമ്പോഴേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പുറത്ത് വരുമ്പോൾ പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇതിനകത്തേക്ക് പ്രവേശിക്കാനൊക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. ആ സമയത്ത് നിങ്ങൾ കിടന്ന് ബഹളം വെച്ചാലൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം ദൈവത്തിന് മുഖംനോട്ടമില്ല, സഹോദരമൊന്നുമില്ല, ബന്ധമൊന്നുമില്ല, സ്വന്തമൊന്നുമില്ല, യാതൊന്നുമില്ല. ദൈവ കൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവവുമായിട്ട് ബന്ധമുള്ളവർ. അപ്പോഴേ ഈ സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യനിൽ നിന്നുള്ള ചൂട് കാരണം ആൾക്കാര് മരണവും പ്രശ്നവും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇപ്പോഴേ തെക്ക് പടിഞ്ഞാറായിട്ട് മഴ പെയ്യുന്നുണ്ട്, വടക്ക് കിഴക്കും ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക. തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ 3 പേര് ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് പെയ്യത്തിപ്പോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് പെയ്യട്ടെ. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാണ് ചിന്തിച്ചത്. ഇങ്ങനെ മനസ്സിൽ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. വടക്ക് പടിഞ്ഞാറും തെക്ക് മഴ പെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒന്ന് പെയ്യട്ടെ. ഇങ്ങനെ 3 പേര് ഇവിടെ ഇപ്പോഴേ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അപ്പോഴേ ദൈവസന്നിധിയിൽ നമ്മള് ഇപ്പോഴത് ഇങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിതാവേ നിന്റെ തിരിഹിതം, കൈപൊക്കേര് കാത്തിടുക. പിതാവേ നിന്റെ തിരിഹിതം എന്താണോ അത് നിറവേർപ്പെന്ന് മാത്രമാണ് വേണ്ടത്. ഇന്ന് കർത്താവ് പറയുന്നു, ഇന്ന് നിങ്ങൾ പോകുന്ന വഴിക്ക് മഴ നനഞ്ഞുകൊണ്ട് ഇതിരിക്കുന്ന മിക്കവാറും ആൾക്കാർ ഭവനത്തിലെത്തത്തോളെന്ന് കർത്താവ് പറയുന്നു. മഴ നനഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് പലരും ഭവനത്തിൽ ചെന്നെത്തത്തോളെന്ന് കർത്താവ് പറയുന്നു. കർത്താവ് പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവിടുത്തെ വരവ് കാണുന്നിടം വരെ മരിക്കാത്തവരുണ്ടായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മഴ നനഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് എത്തുന്ന പലരീതിന്റെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. ലോകത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അതായത് നിങ്ങൾക്ക് ദൈവം നഷ്ടപ്പെടുമെന്ന്. ലോകത്തെ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറായാൽ ദൈവത്തിൽ ആശ്രയമില്ലാതെ വരുന്നവർക്ക് നിങ്ങൾക്ക് ദൈവം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ തന്നത്, ചൊവ്വാഴ്ച ദിവസങ്ങളില് ആശുപത്രി പോവുകയോ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ
പോവുകയോ ചെയ്യാൻ പാടില്ല. ഏത് ഗൗരവമായുള്ള കാര്യമാണെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. എന്തായാലും ജന്മം നൽകിയ അപ്പനും അമ്മയിലും വലുതാണ് വേറെ കാര്യങ്ങള്. ആണോ? ദൈവസനത്തിൽ ഇങ്ങനെടുത്ത തീരുമാനമായതുകൊണ്ട് എന്റെ അപ്പൻ മരിച്ചത് ചൊവ്വാഴ്ച രാത്രി 12 മണിക്കാണ്. ചൊവ്വാഴ്ച 12 മണി പ്രാർത്ഥനയും കഴിഞ്ഞ് പോയതിനു ശേഷം അപ്പൻ മരിച്ച്. പകലെങ്ങാണോ മരിക്കുന്നെങ്കിൽ അപ്പൻ അവിടെ കിടക്കട്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ, അല്ല വേറെ വകുപ്പൊന്നുമില്ല. കാരണം പിതാവ് ഏൽപ്പിച്ചിട്ട് ദൗത്യം ചെറുതല്ല. ചെറുതാണോ? ചെറുതല്ല. അപ്പൊ വ്യക്തിബന്ധങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ നമ്മള് ഇന്നത്തെ ദിവസം നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഈ ദിവസം നിങ്ങളുടെ പിന്നാലെ വരും. ആശുപത്രിയിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ പിറ്റേ ചൊവ്വാഴ്ച ചെല്ലാൻ നിങ്ങളോട് പറയും. വേറെ എവിടെയെങ്കിലുമാ പോകുന്നെങ്കിൽ ഇതേ ദിവസം തന്നെ ചെല്ലാനായിട്ട് പറയും. അവിടെ പിശാച് നിങ്ങളെ പിടിച്ചു മാറ്റുകയാണ്. ദൈവത്തിൽ നിന്ന് അന്ധകാര ശക്തിയാണ് നിങ്ങളെ പിടിച്ചു മാറ്റുന്നത്. അതിലൂടെ നിങ്ങൾ തകർച്ചയുടെ വക്കിലേക്കായിരിക്കും വന്നെത്തുക. അവിടുന്ന് മോചിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സാഹചര്യങ്ങളായിരിക്കും അത്. നിങ്ങൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ളതായിരിക്കും. പക്ഷേ ദൈവത്തെക്കാൾ വലുതല്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളില് ആശുപത്രിയിലോ എവിടെയെങ്കിലോ പോകാനായിട്ട് തയ്യാറാകുന്നവർ അത് മാറ്റിവെക്കാനായിട്ട് തീരുമാനം എടുക്കുക. ഇത് നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആശുപത്രി ചെല്ലുന്നെങ്കിൽ കണിശമായിട്ട് അവർ നിങ്ങളോട് പറയും അടുത്ത ചൊവ്വാഴ്ച 10 മണി 11 മണിയാകുമ്പോൾ അവിടെ ചെല്ലാൻ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് 4 മണി കഴിയാതെ അവിടെ നിന്ന് വിടത്തില്ല. ചെക്കപ്പും അന്വേഷണവും ഡോക്ടറെ കാണാനും എല്ലാം കൂടെ 4 മണി വരെ അവിടെ നിങ്ങളെ പിടിച്ചു നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വന്ന് ബ്രദറെ പറ്റിപ്പോയി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും പിന്നെ വരാനായിട്ട് പാടില്ല. ദൈവം മുന്നറിയിപ്പ് തരികയാണ്. അതിൽ നിന്ന് മാറ്റം ഉണ്ടാകില്ല ഒരിക്കലും. എത്രമാത്രം നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളെ പരിശോധിച്ചറിയുന്ന ഒരു ദിവസം കൂടെയാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അലർജി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യം തന്ന 4 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ചൊറിഞ്ഞു തളിക്കുന്ന രോഗമുണ്ട്, ശ്വാസം മുട്ടലിന്റെ അസ്വസ്ഥതയുണ്ട്. 4 പേരെ കർത്താവ് അലർജി മൂലമുള്ള രോഗത്തിൽ നിന്ന് വിടുതൽ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അലർജി ഉള്ളവരെ കരങ്ങളെടുത്ത് യേശുവേ നന്ദി. വായിലുണ്ടാകുന്ന ദുർഗന്ധം കർത്താവ് എടുത്ത് മാറ്റി 3 പേരെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. വായിലുണ്ടാകുന്ന ദുർഗന്ധം വിടുതലെന്ന് 3 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. മൂത്ര തടസ്സം ഉണ്ടായിരിക്കുന്ന വ്യക്തികളെ കൂടുതലുണ്ടെന്ന് കർത്താവ് പറയുന്നു. മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴേ കുറേശ്ശെ മൂത്രമേ പോകുന്നുള്ളൂ. ചിലപ്പോ തുള്ളിയായിട്ട് പോകും, ചിലപ്പോ കുറേശ്ശായിട്ട് മൂത്രം പോകുന്നുള്ളൂ. എപ്പോഴും ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ മൂത്രം പോകുന്ന അവസ്ഥ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ മൂത്രം പോകുന്നില്ല. അങ്ങനെ മൂത്ര തടസ്സമുള്ളവർക്ക് ഇതിലും 4-5 പേര് ഇങ്ങനെയുള്ളവരുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കള് ബെഡിലുള്ള 2 പേരെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ രോഗാണുക്കള് ബ്ലഡിലുള്ള 2 പേരെ ഇപ്പോഴേ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തം ഉണ്ടെന്നുള്ള അറിയാവുന്നവരുടെ കരങ്ങളെടുത്ത്, മഞ്ഞപ്പിത്തം എന്ന രോഗമുണ്ട് എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കരങ്ങളെടുത്ത്. യേശുവേ നന്ദി. പുറത്ത് ഈ കൂട്ടായ്മയിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കാതെ പോയവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ശക്തമായിട്ട് പല രോഗസൗഖ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തില് ഇടത് ഭാഗം തളർന്നു പോയ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കയ്യും കാലും ഒക്കെ മേലോട്ട് ചലിപ്പിക്കുന്നു. ആരോ വന്ന് പിടിച്ച് പൊക്കുന്നതുള്ള അനുഭവം. യേശുവേ യേശുവേ മരണത്തെക്കുറിച്ച് ഭയമുള്ള
വ്യക്തിയുടെ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. മരണത്തെക്കുറിച്ച് ഭയം. കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് ചത്താൽ മതിയായിരുന്നു, ഇപ്പൊ ഉടനെ മരിക്കണ്ടായിരുന്നൊക്കെ മരണത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന പേടി. ഈ മരണഭയമുള്ളവരുടെ കരങ്ങൾ കയറുക, മരണഭയമുള്ളവര് ഉണ്ടെങ്കിൽ കരങ്ങൾ കയറുക. ഞാൻ നേരത്തെ പറഞ്ഞ് ഇനിയും കൈ ഉയർത്താനായിട്ട് മടിച്ചിരിക്കുന്നവരുടെ ചത്ത് കഴിഞ്ഞിട്ട് കൈ കുത്തിയാലും മതി. അത് സംഭവിക്കാതെ പോയില്ല എന്തായാലും. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരു നല്ല വഴിക്ക് നമ്മൾ പോകാൻ ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഉത്സാഹനമായിട്ട് വരുന്നത്. പേടി തലയ്ക്കകത്ത് ഇങ്ങനെ വെട്ടിപ്പുളക്കുന്ന പോലുള്ള വേദന അനുഭവപ്പെടുന്നവരുടെ കരങ്ങൾ ഉയർത്തുക. തലയ്ക്ക് മൊത്തം വേദനയും പെരുപ്പും ഭാരവും ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. യേശുവേ യേശുവേ അപ്പോഴേ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട്, ഇവിടെ ഈ മുട്ടായിയെ കൊണ്ടുവരുമ്പോഴ് ഇവിടെ കൊടുക്കാൻ എല്ലാവർക്കും തികയാനിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുവരരുത്. ഒരു പാക്കറ്റ് മുട്ടായി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവരരുത്, എല്ലാവർക്കും കൊടുക്കാനായിട്ട് തികയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ, കാരണം നമ്മളറിയാതെ നിങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കറണ്ട് ചാർജ്, ഇവിടുത്തെ കറണ്ട് ചാർജ് കൊടുക്കണം മാസം തോറും, കറണ്ട് ചാർജ് അടയ്ക്കണം. പിന്നെ അതല്ലാതെ തന്നെ മറ്റ് ചെലവുകൾ, ഇടയ്ക്കൊക്കെ വരുന്ന ചെലവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എവിടെന്നാ ഒത്തിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ നടക്കുന്ന കൂടുതലും കാര്യങ്ങള് ഇവിടെ ഈ മെഴുകുതിരി കച്ചവടം നടന്നാ ഇവിടെ നടക്കുന്നത്. ഇതാണിപ്പം നിങ്ങൾക്കൊരു ആനുകൂല്യമായിട്ട് പോകുന്നത്. മെഴുകുതിരി ഇപ്പോഴ് 1 കിലോയ്ക്ക് 85 രൂപ വിലയായി. 1 കിലോയ്ക്ക് 85 രൂപ. 85 രൂപ വില കൊടുത്താണ് 1 കിലോ മെഴുക് നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത്. ആ മെഴുക് 85 രൂപ കൊടുത്ത് മേടിച്ചിട്ട് 4000 രൂപയാണത് ഇവിടെ എത്തിക്കും. വണ്ടിക്കൂലി ഇവിടെ എത്തിക്കുമ്പോൾ 4000 5000 രൂപ വണ്ടിക്കൂലിയാകും. അപ്പോൾ ഈ പ്രാവശ്യം 50000 രൂപയുടെ മെഴുക മേടിക്കും. ഇവിടെ എത്തണമെങ്കിൽ അത് എത്ര വേണം? ഇനി 60000 രൂപയോളം വേണം അത് മെഴുകുതിരിയാക്കി നിങ്ങളുടെ കയ്യിൽ തരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പൈസയാണ് ഇവിടെ ഈ ചെലവുകൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ കയ്യിലൊരു മോതിരം നിങ്ങളുടെ ഇടയ്ക്ക് കാണും. കല്യാണ മോതിരം ഉണ്ടോ ഇപ്പം? അത് ഒരു മാസത്തിൽ 2 ദിവസം 3 ദിവസമൊക്കെ കാണത്തുള്ളൂ, പിന്നെ അത് കാണത്തില്ല, അപ്രത്യക്ഷമാകും. അത് പണയം വെക്കും, പിന്നെ എടുക്കും, പിന്നെയും കൊണ്ടുവന്ന് ആ പണയം. അതുകൊണ്ട് ഇപ്പൊ ഇല്ലാത്ത കയ്യിലുണ്ടോ? ഇല്ല. അപ്പാണ്ട് എല്ലാരും പറയുന്നത് സ്വോത്രകാഴ്ച മേടിക്കണമെന്നാ പറയുന്നത്. നിങ്ങള് സ്വോത്രകാഴ്ചയുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ അവര് അവിടുത്തെ കാണിച്ച ഒരു കടുക്ക പോലത്തെ ഒരു പെട്ടി, മര്യസദൻ സംഭാവന എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന അതവിടെ അവര് മൂലയ്ക്ക് കണ്ടിരിക്കുന്നതാണ്. ഇത്രയും ആൾക്കാര് ഇവിടെ വന്നേച്ച് പോയി കഴിയുമ്പോഴ് അതെടുത്തെല്ലാം തുറന്നു നോക്കി കഴിയുമ്പോഴ് കൂടി വന്ന 150 200 മുക്കി മൂളിയൊക്കെ 250 വരെയൊക്കെ എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മള് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വെറും കൈയോടുകൂടി ദൈവത്തെ സമീപിക്കരുത്. വെറും കൈയോടുകൂടി നമ്മള് ദൈവത്തെ സമീപിക്കരുത്. ഇപ്പോഴേ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഇവിടെ സ്വോത്രകാഴ്ച എടുക്കാനായിട്ട് പറയുന്നു, ഇല്ലേ? സ്വോത്രകാഴ്ച എടുക്കാനായിട്ടാ പറയുന്നത്. ഈ സ്വോത്രകാഴ്ച എടുപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് കട്ടിച്ച് വണ്ടിക്കൂലിയുമായിട്ട് അവിടെ വരുന്നവര്, ഇല്ലേ? വണ്ടിക്കൂലിയുമായിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. എത്ര പേരാ ഇവിടെ സ്വോത്രകാഴ്ച കൊടുക്കാനായിട്ട് വരുന്നത്? അപ്പോഴേ ഇവിടെ നിങ്ങള് 1 രൂപയെങ്കിലും ഇവിടെ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ആ കൊടുക്കുന്ന പൈസ റെസിപ്റ്റ് എഴുതിയാണ് ഇവിടെ മേടിക്കുന്നത്. സ്നേഹത തരുന്നതോ അതല്ല വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് തരുന്ന പൈസയാണ് എന്റെ കയ്യിൽ ആൾക്കാർ കൊണ്ടുവന്ന് തരുന്നത്. പൈസല്ലോ അങ്ങനെ എന്റെ കയ്യിൽ അങ്ങനെ സാധാരണ കൊണ്ടുവന്ന് തരാറില്ല, അപൂർവമായിട്ടാണ് കൊണ്ടുവന്ന് തരുന്നത്. ഇവിടെ 1 രൂപയെ കൊടുത്തോളെങ്കിലും അത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ റെസിപ്റ്റ് എഴുതിയാണ് അത് മേടിക്കുന്നത്.
അതുകൊണ്ട് ഇവിടെ ഒരുപാട് ചെലവുകളാണ് ഇവിടെ ഉള്ളത്. ഈ ചെലവെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ വരുന്ന ഇവിടെ ഉപകാരസ്ഥാനം എഴുതുന്ന ദൈവത്തിന് നന്ദി. നിങ്ങള് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പോകുന്നു. നന്ദി പറഞ്ഞിട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും മാറ്റം വല്ലതും ഉണ്ടോ? എഴുമ്പേറ്റം വല്ലതും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. എന്താ കാര്യം? നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേ നന്ദി മാത്രമേ ഉള്ളൂ അവസാനത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഈ കൗൺസിലിംഗ് ആവശ്യമുള്ളവര് പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഭവന സന്ദർശനം ആവശ്യമുള്ളവര് പേര് കൊടുക്കുക. കൗൺസിലിംഗ് പൂർത്തീകരിക്കാത്തവരും കൗൺസിലിംഗ് ആവശ്യമുള്ളവരും പേര് കൊടുക്കുക. അതേപോലെ തന്നെ ഭവന സന്ദർശനം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പേര് കൊടുക്കുക. ഉച്ചാരണ പ്രാർത്ഥന ആവശ്യമുള്ളവര് ഈ ഉച്ചാരണ പ്രാർത്ഥനയുടെ അപേക്ഷ കൊടുക്കണം. മരുന്നുകൊണ്ട് സുഖമാകാത്ത രോഗികള്, പൈശാചികമായ ബന്ധനമുള്ളവര്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. പൈശാചിക ബന്ധനമുള്ളവര്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇവിടെ ഉച്ചാരണ പ്രാർത്ഥന നടത്തുന്നത്. ഉച്ചാരണ പ്രാർത്ഥന നടത്തുമ്പോഴേ ഒരു കാരണവശാലും നിങ്ങള് ഇവിടെ ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവര് കൈവ പ്രാർത്ഥനയ്ക്ക് വരരുത്. നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കസേരയിടും, അവിടെ നിങ്ങൾ ഇരിക്കുക. ബാക്കിയുള്ളവര് അപ്പച്ചായിട്ടിരിക്കുക വരിക. നമുക്ക് ഇന്ന് കഞ്ഞി നിങ്ങൾക്ക് മരിയസ്ഥാനിൽ നിന്നാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കഞ്ഞി, ഈ മുത്തായി, ഈ പൂവ് എണ്ണയുടെയൊക്കെ നേരെ കരങ്ങൾ നീട്ടി പിടിക്കുക, പ്രാർത്ഥിക്കാം. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ.